എല്ലാവർക്കും നമസ്കാരം. സമകാലിക ഭാവനയിലെ കേരളീയ പുരാവൃത്തങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പുരാവൃത്ത പരാമർശം ഉദാത്തം ശ്രീ സമൃദ്ധി എന്ന് പറഞ്ഞിട്ടൊരു മലയാളത്തിൻ്റെ ഒരു അലങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുരാവൃത്തം പരാമർശിച്ചാൽ ഉദാത്തമായ അല്ലെ ശ്രീ സമൃദ്ധി എന്നിവയെല്ലാം പിന്നെ എഴുത്തുകാർക്കും അതുപോലെ തന്നെ വായനക്കാർക്കും കിട്ടും എന്നുള്ള ഒരു പരാമർശത്തിനെ അടിസ്ഥാനമാക്കിയാണ് അലങ്കാരം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് 3 പേരാണ്, പിന്നെ 3 തലമുറയിലുള്ളവരാണ്, 3 ജനറേഷൻ, എഴുത്തിലെ 3 ജനറേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായിട്ടുള്ള KP രാമൻ സാറാണ് ഇതിൽ ഏറ്റവും സീനിയറായിട്ടുള്ളത്. മുൻകാല നേരത്തെ ഉണ്ടായിരുന്ന എഴുത്തുകാരിൽ അതിൻ്റെ പിന്തുടർച്ച എന്നോണം ആണ് അദ്ദേഹം വരുന്നത്. അതിനുശേഷമുള്ള സെക്ഷനിൽ വരുന്നത് ഞാനാണ്. പിന്നെ ഇവ എഴുത്തുകാരായ പിന്നെ മൃദുലും നിമിഷയും നിൽക്കുന്നു. അപ്പോൾ ഇത്തരം ഈ പറയുന്ന പുരാവൃത്തത്തിൻ്റെതായിട്ടുള്ള തലങ്ങൾ എങ്ങനെയാണ് സാഹിത്യത്തെ പരിപോഷിപ്പിക്കുന്നത്, സാഹിത്യത്തിലൂടെ എങ്ങനെയാണ് പിന്നെ പുരാവൃത്തങ്ങൾ പുതിയ മാനങ്ങൾ തേടുന്നത്, പുതിയ ചരിത്രരചനയ്ക്ക് അല്ലെങ്കിൽ ചരിത്രം പുനർരചിക്കുന്നതിന് എങ്ങനെയാണ് അത് സഹായകമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് KP രാമൻ സാറിൽ നിന്ന് തുടങ്ങാം. KP രാമൻ സാറിൻ്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് സൂഫി പറഞ്ഞ കഥയിൽ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഒക്കെ നിരന്തരമായി കടന്നു വരുന്ന ഒന്നാണ് പുരാവൃത്തങ്ങൾ. പൊന്നാനി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ സജീവമായ നിലനിന്നിരുന്ന ചില മിത്തുകളെ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ മനോഹരമായി കുടിയിരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനി ജാറത്തെ സംബന്ധിച്ചിട്ടുള്ളത്, കാർത്തിയുടെ ജീവിതം. അപ്പം ഇതിന് നമുക്ക് വളരെ ചരിത്രപരമായി വളരെ സാധ്യതയുള്ള ഒന്നാണ്. ഈ പണ്ടുകാലം മുതൽ ഇത്തരം പുരാവൃത്തങ്ങൾ സാഹിത്യ രചനയിൽ പരാമർശിക്കുക, അല്ലെ സാഹിത്യ രചന എടുക്കുക എന്ന് പറയുന്നത് പഴയ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നോവല്, ചെറുകഥ തുടങ്ങിയിട്ടുള്ള പുതിയ ജാനറുകൾ 1880കളോടുകൂടി വരുന്ന സമയത്ത് CV രാമൻപിള്ള ആയാലും ചന്തുമേനോനായാലും അവരുടെയൊക്കെ കൃതികളിലൊക്കെ നിരന്തരമായി പുരാവൃത്തങ്ങളുടെ പരാമർശങ്ങൾ കടന്നു വരികയും പുരാവൃത്തത്തിനെ സജീവമായി തങ്ങളുടെ കൃതികൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് OV വിജയൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ OV വിജയൻ്റെ കുടുംബത്തെ കോതി തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ, അള്ളാപ്പിച്ച മല്ലാക്ക പറയുന്ന പിന്നെ കഥകൾ, ഖാലിയാർ പറയുന്ന കഥകൾ, ഇതിലൊക്കെ നിരന്തരമായി കടന്നു വരുന്ന പുരാവൃത്തങ്ങൾ കടന്നു വരുന്നുണ്ട്. UF ഖാദർ സാറിൻ്റെ പുസ്തകങ്ങൾ, അഘോരശിവം പോലെയുള്ള പുസ്തകങ്ങൾക്കകത്ത് ഇതിങ്ങനെ നിരന്തരമായ ആ ഒരു പിന്നെ പുരാവൃത്തങ്ങൾ എടുത്ത് ചർച്ച ചെയ്ത് അവയെ സർഗാത്മകമായി സജീവമായി ഉൾപ്പെടുത്തിയാണ് ഈ കൃതികളിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് സൂഫി പറഞ്ഞ കഥയിൽ, ജീവിതത്തിൻ്റെ പുസ്തകത്തിലും ഈ പുരാവൃത്തങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ പുരാവൃത്തങ്ങളെ സംബന്ധിച്ച് സൂഫി പറഞ്ഞ കഥയിൽ താങ്കൾക്ക് അത് എത്രത്തോളം വളരെ ആ എഴുത്ത് ജീവിതത്തിൽ അല്ലെങ്കിൽ എഴുത്തിനകത്ത് എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ കഴിഞ്ഞത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രചനാ പദ്ധതി, അതെങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്, എങ്ങനെയായിരുന്നു അവസാനിപ്പിച്ചത്? പ്രിയപ്പെട്ട ദീപു, ജിൻഷ, മൃദുൽ, സുഹൃത്തുക്കളെ, സൂഫി പറഞ്ഞ കഥയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് പുരാവൃത്തങ്ങളെ പറ്റി, നമ്മളുടെ വിഷയം സമകാലിക ഭാവനയിലെ പുരാവൃത്തങ്ങളെ പറ്റി. ഇത് നമുക്ക് സമകാലിക ഭാവനയിലെ എന്ന് പറയുമ്പോൾ ഒരു അവ്യക്തത ഒഴിവാക്കാൻ സമകാലിക സാഹിത്യത്തിലെന്നാണ് ഉദ്ദേശിച്ചത്. അതിലെ പുരാവൃത്ത സാന്നിധ്യമാണ്. അപ്പൊ ആദ്യം പുരാവൃത്തത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയുന്നത്, മനുഷ്യ സംസ്കാരത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ സംസ്കാരം ഈ പുരാവൃത്തങ്ങൾ, കെട്ടുകഥകൾ, ഭാവനയുടെ ഉൽപ്പന്നങ്ങൾ, അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ് സംസ്കാരം. കാരണം മനുഷ്യന് സാമൂഹ്യ ജീവി, വിശേഷ ബുദ്ധിയുള്ള ജീവി എന്നുള്ള പല വിശേഷണങ്ങളും ഉണ്ടല്ലോ. അതുപോലെ അതിലും പ്രാധാന്യമുള്ള ഒരു കാര്യം, ഭാവന ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. വേറൊരു ജീവികളും ഭാവന ഭക്ഷണമായിട്ട്, മനുഷ്യന്റെ പ്രധാന ഭക്ഷണം അരിയും ഗോതമ്പൊന്നുമല്ല, ഇറച്ചി മീനൊന്നുമല്ല, ഭാവനയാണ് നമ്മളുടെ പ്രധാന ഭക്ഷണം. ഭാവനയില്ലാത്ത ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സ്വപ്നം കാണാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മിത്തുകളൊക്കെ ഭാവനയുടെ സൃഷ്ടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമാണ്. കഥ പറച്ചിലുള്ള വലിയൊരു ഉപാധികളാണ് മിത്തുകൾ. അതുകൊണ്ടാണ്
ഇപ്പോഴത്തെ കാലത്തും മിത്തുകൾ കഥ പടർച്ചിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ധാർമ്മികമായ പാഠങ്ങൾ, സന്മാർഗത്തിന്റെ പാഠങ്ങൾ, ഇതെല്ലാം പഠിപ്പിക്കാനുള്ളൊരു ഉപാധിയാണ്. അതിലുപരിയായിട്ട് മനുഷ്യാവസ്ഥയെ പറ്റിയിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മിത്ത് ഉപയോഗപ്പെടുന്നു. മനുഷ്യന്റെ സ്വത്വത്തെ, പാരമ്പര്യത്തെ, സംസ്കാരത്തെയൊക്കെ സംവഹിക്കുന്ന ഒരു വാഹകമായിട്ട് മിത്ത് ഉപയോഗിക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മിത്തിഫിക്കേഷൻ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ട് മുതൽ തന്നെ ക്ലാസിക്കൽ കൃതികളുടെ കാലത്ത് തന്നെ മിത്തുകളിൽ, ഹോമറുടെ ഇലിയഡിൽ നോക്കൂ, ഗ്രീക്ക് മിത്തോളജി കാര്യമായിട്ട് കടന്നു വരുന്നു പഴയ ക്ലാസിക്കൽ കൃതികളിൽ. ആധുനിക കാലത്ത് വന്ന വലിയ ആധുനിക തര ആൾക്കാരാണ് മിൽട്ടണും ജെയിംസ് ജോയ്സും ഒക്കെ. അവരുടെ കൃതികളിലും മിത്ത് കടന്നു വരുന്നു. അതിനുശേഷം ആധുനിക ആനന്തര കാലഘട്ടത്തിലുള്ള എഴുത്തുകാരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ കൃതിയിലും വരുന്നു. ഏറ്റവും പുതിയ തലമുറ കുട്ടികളായിട്ടുള്ള ജിൻഷയുടെയും മൃദുലിന്റെയും കൃതികളിലും മിത്ത് കടന്നു വരുന്നു. അപ്പൊ ഈ മിത്തുകളൊക്കെ പഴയ ചില കെട്ടുകഥകൾ അല്ലെങ്കിൽ പുരാവൃത്തങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് ഉപയോഗിക്കുന്നത് ആനുകാലികമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിത്തുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ സൂഫി പറഞ്ഞ കഥയിലാണെങ്കിൽ അതൊരു ബീബിയുടെ മിത്താണ്. എന്തോ ദിവ്യശക്തിയുള്ള, ദൈവാനുഗ്രഹമുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മരിച്ചു പോയാൽ, മൃതദേഹം അടക്കിയാൽ ആ മൃതദേഹത്തിന്റെ കബർ ഇങ്ങനെ ഉയർന്നു വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്. അങ്ങനെയുള്ള ഒരു സൂഫി, അങ്ങനെയുള്ള ഒരു ബീബിയുടെ കഥ പറയുന്നതാണ് സൂഫി പറഞ്ഞ കഥ. സത്യത്തിൽ എന്തിനാ ഈ ബീബിയുടെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല സൂഫി പറഞ്ഞ കഥ എഴുതിയിരിക്കുന്നത്. സൂഫി പറഞ്ഞ കഥ എഴുതുന്ന കാലത്ത് ഇന്ത്യയില് ഇവിടുത്തെ പ്രധാന സമുദായങ്ങളായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വലിയ വേർപിരിവുണ്ടാവുകയും അവരെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമം നടക്കുകയും അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്ത കാലത്തായിരുന്നു. അപ്പൊ ഞാനാകെ ബേജാറായി. എൻ്റെ വ്യക്തിപരമായ ഒരു ബേജാറും കൂടിയാ. എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള അബ്ദുൽ കയ്യൂമിനെ വേറെ ആളാക്കി മാറ്റിക്കഴിഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മളുടെ ഏറ്റവും ആത്മമിത്രത്തിന് അവൻ എനിക്ക് അന്യനാന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവനും എൻ്റെ സ്വന്തമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത മതസ്ഥർക്ക് അവരുടെ മതപരമായ വിശ്വാസങ്ങൾ വേറെയാണെങ്കിലും അവരുടെ സംസ്കാരം ഒന്നാണ്. അവർ ഓരോരുത്തരും തന്നെ ഇവിടുത്തെ മണ്ണിന്റെ വെള്ളവും വളവും വലിച്ചെടുത്തവരാണ്. ആർക്കും ആരെയും മഞ്ഞവൽക്കരിക്കാൻ അധികാരമില്ല എന്നതാണ് സൂഫി പറഞ്ഞ കഥയിൽ കൂടെ ഞാൻ പറയുന്നത്. അതിലെ ബീവി സത്യത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും യോജിപ്പിക്കാൻ വന്നതാ. ഹിന്ദു സമുദായത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് മാധവിക്കുട്ടിയുടെ മാതിരി പിന്നെ മതം മാറിയിട്ടുള്ള ഒരാളാണ്. അവര് മരിച്ചപ്പോ ബീവി ആയിട്ട് വന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നം മാറ്റിയിട്ട് നോക്കൂ. ഇന്നിപ്പോ ബീവിയുടെ ഈ ജാറങ്ങളൊക്കെ ഇല്ലേ, അതിലൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെയാണ് ആരാധിക്കാൻ പോവുക. അപ്പൊ അങ്ങനെ ഈ മതത്തിന്റെ അകത്ത് തന്നെ മിത്ത് കൊണ്ട് ദേശീയമായ ഒരു ഐക്യം സ്ഥാപിക്കുക. അത് മതത്തിന്റെ അകത്ത് തന്നെ അതിൻ്റെ ഐക്യത്തിനുള്ള തത്വങ്ങളുണ്ട്. മതത്തെ അധികാര സ്ഥാപനമാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. മതത്തിന്റെ മൂല്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് വിപ്ലവകരമാണ്. മതത്തിന്റെ കോർ വാല്യൂസ്, കാർൽ മാർക്സ് അടക്കം മതത്തിന്റെ വിമോചന ശക്തിയെ പറ്റിയിട്ട് സമാശ്വാസത്തിന്റെ ശക്തിയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഈ മതത്തിന്റെ കോർ വാല്യൂസ് അല്ല, ഇത് നടത്തുന്ന അധികാരികളുണ്ടല്ലോ, അവരിത് വെച്ച് ചൂഷണം ചെയ്യുന്നവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് മാധവിക്കുട്ടി മതം മാറിയ സമയത്ത് ഉറപ്പിക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് പോകുന്ന എൻ്റെ ശ്രീകൃഷ്ണൻ കൊണ്ടാന്ന് പറഞ്ഞു മാധവിക്കുട്ടി. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കില്ലേ, അവിടെ എന്നാ പോരെ. പക്ഷെ മാധവിക്കുട്ടി പറഞ്ഞത് വലിയൊരു ഇസ്ലാമിക തത്വവും കൂടിയായിരുന്നു. ഇവിടെ പല മൊല്ലാക്കന്മാർക്ക് മനസ്സിലായില്ല, മതം ശരിക്കറിയുന്നവർക്ക് മനസ്സിലായി അർത്ഥത്തോ. കാരണം ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തത്വം തന്നെ ഏതൊരു തദ്ദേശീയമായ ആചാരാനുഷ്ഠാനങ്ങളും ദൈവതത്വമായി സ്വീകരിക്കണമെന്നാണ്. അൽബക്ര സൂറത്തിലൊക്കെ പറയുന്ന കാര്യം. മാധവിക്കുട്ടി അതാ പറഞ്ഞത്, ഈ ദേശത്തിന്റെ സംസ്കാരത്തിന്റെ പ്രധാന പ്രതീകമാണ് ശ്രീകൃഷ്ണൻ.
അതിനായിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയുമ്പോൾ അതൊരു ഇസ്ലാമിക തത്വമാണ് മാധവിക്കുട്ടി പറഞ്ഞത്. മാധവിക്കുട്ടി എന്റെ തത്വം മനസ്സിലാക്കിയിട്ട് എന്താ, മാധവിക്കുട്ടി എന്ത് പറഞ്ഞാലും അത് സത്യമായി ഭവിക്കും എന്നുള്ള വേറെ വിഷയമാണ്. അവരെ സർഗാത്മകത കൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് മിത്തുകൾ. പിന്നെ മതത്തിന്റെ മൂല്യങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് തന്നെ ദേശീയമായ ഐക്യം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ജിൻഷയുടെയൊക്കെ ഓടാന്നുണ്ട കത്ത്, തെയ്യം കെട്ടുകാരുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, ആ മിത്തുകളിലേക്ക് പോകുന്ന അവരുടെ ജീവിതത്തിന്റെ, അവര് ദൈവമായി കെട്ടിയാടുന്നതിന്റെ പിറകിലുള്ള ചില വേദനകളിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. മൃദുലിന്റെ ആണെങ്കിൽ പിന്നെ മറ്റേ അതെ പുളയൊക്കെ തുളു ഭാഷയെ കൊണ്ട് പെട്ടെന്ന് പുളയുന്നതിന്റെ അകത്ത് പ്രേതക്കല്യാണ്. ഇവിടെ ഈ ഭൂലോകത്ത് ജീവിച്ച് മതിയാവാതെ മരിച്ചുപോയ ചെറുപ്പക്കാരെ മരിച്ചതിന് ശേഷം കല്യാണം കഴിപ്പിക്കും. അപ്പൊ നോക്കൂ, ഇത് മനുഷ്യാവസ്ഥയുടെ ദുരന്തങ്ങളെ ഭാവന കൊണ്ട് നേരിടുന്ന വലിയൊരു സങ്കല്പമാണ് പ്രേതകല്യാണം എന്ന് പറയുന്നത്. അപ്പൊ മിത്തുകളില്ലാതെ, കഥകളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ മിത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാവനയുടെ സൃഷ്ടിയാണ്, സംസ്കാരത്തിന്റെ അടിത്തറയാണ്. അപ്പൊ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഭൂലോകത്തുള്ള സാർവലൗകികമായ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ നമുക്ക് മിത്തും ഇതിവൃത്തങ്ങളൊക്കെ ഈ സമയത്ത് ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ആശാനായിട്ടുള്ള ആളാണ് കോഴിക്കോട്ടെ UA ഖാദർ. പുരാവൃത്തങ്ങളെ സമൃദ്ധമായി മലയാള കഥയിൽ കൊണ്ടുവന്ന UA ഖാദർ. ഇപ്പൊ പല പേരുകളും ജീവിച്ചത് അതാണ്. ബർമ്മക്കാരിയാണ് അമ്മ. ഇവിടെ വന്ന് ഈ മണ്ണിനെ ഇങ്ങോട്ട് അടങ്ങറ പിടിക്കുകയായിരുന്നു. കാരണം ബർമീസ് മുഖമായിട്ടുള്ള ആളാണ്, വേണമെങ്കിൽ അന്യവൽക്കരിക്കും നമ്മള്. അപ്പൊ അദ്ദേഹം നമ്മളെക്കാട്ടിലും വലിയ ഈ നാടിന്റെ ആളായിട്ട് അങ്ങ് മാറി. ഇവിടുത്തെ മിത്തുകളെയും വിശ്വാസങ്ങളെയും ഊട്ടി അങ്ങ് പിടിച്ചു. വരോളിക്കാവിലെ ഓലച്ചൂട്ട് തറ എന്ന് പറഞ്ഞിട്ടുള്ള UA ഖാദറിന്റെ ഒരു കഥ ഉണ്ട്, അത്ഭുതകരമാണ്. നിങ്ങളത് വായിക്കണം. ഇന്ന് ഈ പ്രസന്റ് സർവൈലൻസിന്റെ ഒരു കാലമാണല്ലോ. നമ്മളുടെ സ്വകാര്യതകളെല്ലാം ഭരണകൂടം നിരീക്ഷിക്കുന്ന ഈ കാലത്തടക്കം വരോളിക്കാവിലെ ഓലച്ചൂട്ട് തറ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഉൾക്കാഴ്ചകൾ നൽകുന്നു. അപ്പൊ മിത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല, അത് കഥ മാത്രമല്ല, അത് മനുഷ്യൻ ജീവിതമാണ്, അവന്റെ ഭാഗധേയമാണ്. കഥ പറച്ചിലും അതാണ്. കഥയിൽ കൂടെ മാത്രമേ നമുക്ക് ജീവിക്കാനും നമ്മുടെ അതിജീവനം പോലും നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ഇനി നമ്മളെ ചെറുപ്പക്കാരെല്ലാം സംസാരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ്, കഥ സമാഹാരമാണ് ഒട. അതിനകത്ത് ഏറ്റവും മനോഹരമായൊരു കഥ ഒട എന്ന് പറയുന്ന ആ കഥയുടെ തരത്തിൽ നിമിഷം എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ തെയ്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. തെയ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് വളരെ ഈ കണ്ണൂർ പ്രദേശങ്ങളിലെ അഗാധമായ കാവുകളിൽ മാത്രം വളരെ അപൂർവം ആൾക്കാർ തേടി നടക്കുകയും എന്നാൽ അവരുടെ സ്വകാര്യ അഹങ്കാരമായി കോലത്ത് നാട്ടുകാർ കൊണ്ടു നടക്കുകയും ചെയ്ത തെയ്യങ്ങൾ പിന്നീട് പിൽക്കാലത്തേക്ക് പുറം ലോകത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ വളരെ പ്രചാരം നേടുകയും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനകത്ത് പഴയ ആ തെയ്യം കിട്ടുന്ന പഴയ കലാകാരന്മാർക്ക് ഉണ്ടാകുന്ന ആ സ്വത്തും പ്രതിസന്ധിയൊക്കെയാണ് ഇൻഷയുടെ ഒട എന്ന് പറയുന്ന കഥ ചർച്ച ചെയ്യുന്നത്. ഈ ഓട എന്ന് രണ്ട് വാക്കുകൾ സാധാരണ തെറ്റി ഉച്ചരിക്കാറുണ്ട്. കാരണം ഇത് രണ്ടും കണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ്. ഓടപ്പൂവ് വളരെ പ്രശസ്തമാണ്. മുത്തപ്പൻ ക്ഷേത്രവുമായി, നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് ആ ഓട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ ആ ഒട കെട്ടുമ്പോഴാണ് തെയ്യം ദൈവമായി മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ മിത്ത് എങ്ങനെയാണ് കയ്യിലേക്ക് വന്നത്, അതിനെ എങ്ങനെയാണ് പരുവപ്പെടുത്തിയത്, എങ്ങനെയാണ് ഇത്ര മനോഹരമായ കഥയാക്കി മാറ്റാൻ കഴിഞ്ഞത്, ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. രാമനുണ്ണി മാഷ് അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റുന്നത് വലിയ സന്തോഷവും ആനന്ദവും ഒക്കെയാണ്. ദീപു സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഈ പറഞ്ഞതുപോലെ ഒട എന്നുള്ള വാക്ക് എനിക്ക് തോന്നുന്നു കഥ എഴുതിയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒട എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. ഒട ശരിക്കും തെയ്യത്തിൻ്റെ, തീച്ചാമണ്ടി തെയ്യത്തിൻ്റെ ഒരു ഉടുത്തുകെട്ടിനെയാണ് ഒട എന്ന് പറയുന്നത്. ഒരർത്ഥത്തില് ഒട എന്നുള്ളത് തെയ്യത്തിന് തീയിൽ നിന്നും പ്രതിരോധിച്ച് നിർത്തുകയാണ്. കുറേ അധികം പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഒട, അല്ലെങ്കിൽ ഈ ഒട കെട്ടുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാം.
പക്ഷേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒട എന്നുള്ളത് ഈ പറയുന്ന തെയ്യം കലാകാരന്മാർക്കുള്ള വലിയൊരു പ്രതിരോധം കൂടി തീർക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം സമൂഹത്തിൽ നിന്ന്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തെയ്യക്കാലം തുടങ്ങിക്കഴിഞ്ഞ് തീരണത് വരെ കുറേയധികം തെയ്യങ്ങൾ കെട്ടിയാടിക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പം ജീവിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ തെയ്യം എങ്ങനെ കഥയിലേക്ക് എത്തി എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ ജനിച്ച കാലം തൊട്ട് ഏറ്റവും അധികം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം അമ്പരന്നിട്ടുള്ള പിന്നീട് ഏറ്റവും അധികം പഠിക്കാൻ ശ്രമിച്ചിട്ടൊക്കെയുള്ള ഒരു അനുഷ്ഠാന രൂപം തന്നെയായിരുന്നു തെയ്യം എന്ന് പറയുന്നത്. അതിലെനിക്ക് തോന്നുന്നു എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത്, അതായത് ഇപ്പൊ ഒരു 95 വയസ്സിനടുത്ത് പ്രായമായി തീരെ വയ്യാതെ കിടക്കുന്ന തെയ്യം കലാകാരന്മാര് മുതല് ഒരുപക്ഷെ ഈ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് തെയ്യം കെട്ടിയാടിയിട്ടുള്ള ഏറ്റവും ചെറിയ കുട്ടിയോട് വരെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും തെയ്യത്തിന്റെ ഐതിഹ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടോ ഒന്നും ആർക്കും മനസ്സിലാക്കേണ്ടതില്ല. കാരണം അത്രയധികം കഥകൾ ഒരുപക്ഷെ കണ്ണൂർ ഭാഗത്തു നിന്ന് തന്നെ തെയ്യത്തിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമി പോലുള്ള ഇടത്തൊക്കെ ഒരുപാട് ഗവേഷണ പഠനങ്ങളും ഒക്കെ തെയ്യത്തിനെ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ തരത്തിലാണ് ഈ തെയ്യം കെട്ടിയാടിക്കുന്നത്. അതായത് എൻ്റെ നാട്ടിലെ കെട്ടിയാടുന്ന അതേ തെയ്യം ഇപ്പോൾ തീച്ചാമണ്ടി തെയ്യമാണ് ഒടയിലുള്ളത്, പക്ഷെ അത് എൻ്റെ നാട്ടിൽ കെട്ടിയാടിക്കുന്ന അതേ തരത്തില് തീച്ചാമണ്ടി ഒറ്റക്കോലമാണ്. എനിക്കൊന്ന് വിഷ്ണുമൂർത്തി ആണ് അതിന്റെ ആരാധ്യ ദേവതയായിട്ട് അറിയപ്പെടുന്നത്. അതായത് നരസിംഹകഥ. അതായത് തീച്ചാമണ്ടിയുടെ കഥ എന്ന് പറയുന്നത് ഈ നരസിംഹം പ്രഹ്ലാദനെ കൊന്നതിന് ശേഷം ദേവലോകത്തും മനുഷ്യലോകത്തും ഒക്കെയുള്ള എല്ലാവരും വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ ഈ നരസിംഹ രൂപത്തിനെ വല്ലാണ്ട് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് മാറി നിന്നിട്ട് അഗ്നിദേവൻ കളിയാക്കി എന്നാണ് പറയണത്. അതായത് ഇതൊക്കെ ആർക്കും പറ്റുന്ന കാര്യമാണ്, അത്ര വലിയ കാര്യമൊന്നും അല്ല ഈ ചെയ്തേന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ ഒരു കളിയാക്കല് നേരിട്ട സമയത്ത് അഗ്നിദേവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു അഗ്നിയിലേക്ക് എടുത്ത് ചാടി ആ അഗ്നിനെ മർദ്ദിച്ച് ഇല്ലാണ്ടാക്കിയിട്ട് പുറത്ത് കടന്നു എന്നുള്ളതാണ് ഈ തീച്ചാമണ്ടിയുടെ ഐതിഹ്യമായിട്ട് പറയണത്. പക്ഷെ അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സങ്കല്പമാണ് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നതെന്നുള്ളതാണ്. അപ്പോഴാണ് ശരിക്കും അത് എത്രമാത്രം ക്രൂരത നിറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ എത്രമാത്രം മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു 110 തവണ 100 പുറത്തുള്ള തീച്ചാട്ടങ്ങൾ വേണം. അത് ഇത് ഞാനൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ കാവുകളൊക്കെ മിക്കവാറും ഉയർന്ന സമുദായക്കാരുടെ അധീനതയിലായിരിക്കും. പിൽക്കാലത്ത് അത് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ മാറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീയിൽ ചാടുന്ന മനുഷ്യൻ ഒരുപക്ഷെ ഒരു 70 പ്രാവശ്യമൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആർക്കായാലും അദ്ദേഹത്തിന്റെ എന്താ പറയാ സർവകോശങ്ങളും തളർന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. നോക്കുന്ന കണക്കെ നോക്കണമെന്നാണ്. പിന്നെ പക്ഷെ അത് തീച്ചാമുട്ടി കിട്ടി കഴിഞ്ഞു വന്ന പിന്നെ മലയനെയും അതുപോലെ തന്നെ പെരുവണ്ണാനെയൊക്കെ നോക്കേണ്ടതെന്നാണ് അതിനകത്ത് നിമിഷ കഥയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒട എഴുതാനുണ്ടായ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വല്ലാതെ കഷ്ടപ്പെട്ട്, അതായത് കൗമാരത്തിലും യൗവനത്തിലും തുടർച്ചയായി തീച്ചാമണ്ടി തെയ്യം കെട്ടി അവസാനം കാലൊക്കെ ഏകദേശം ഒരു മുട്ട് വരെയൊക്കെ ഇപ്പോഴും പഴുപ്പ് മാറാതെ, അല്ലെങ്കിൽ പിന്നീട് കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തെയ്യം കലാകാരൻ ഞാൻ ചെറുപ്പകാലം തൊട്ടേ കണ്ട് വളരുന്ന എൻ്റെ അയൽവാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന തെയ്യമെന്ന് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ധാരണ, ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്ന ധാരണ എത്ര തീയിൽ ചാടിയാലും ഇവർക്ക് പൊള്ളില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിനോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ശരിക്കും എത്രമാത്രം ഇവർ അനുഭവിക്കുന്നുണ്ട് തെയ്യം കെട്ടുന്നതിന് മുന്നേയും തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ശേഷവും എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്.
അപ്പം ശരിക്കും തെയ്യത്തിന് ഒരുപാട് തോറ്റങ്ങളുണ്ട്. ഓരോ തെയ്യത്തിനും ഈ പറഞ്ഞ പുരാവൃത്തങ്ങളുണ്ട്, പുരാവൃത്തങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള തോറ്റങ്ങളും ഉണ്ട്. പക്ഷേ ഈ തെയ്യം കെട്ടുന്ന മനുഷ്യരെ പറ്റിയിട്ട് ഒരു തോറ്റം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും തെയ്യത്തിനെ മാത്രം കാണുന്നു, അതിനകത്തുള്ള മനുഷ്യനെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ ആരും കാണുന്നില്ല. പഴയ കാലത്ത് അത് തീർച്ചയായും കാണില്ല. കാരണം ഏറ്റവും താഴ്ന്ന സമുദായമായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. മനുഷ്യരായിട്ട് പോലും തെയ്യക്കോലത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ പിന്നെ അവരെ ആരും കണക്കാക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് ഇന്നും അതിന് വലിയ മാറ്റമില്ല നാട്ടുംപുറങ്ങളിൽ എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം അറിഞ്ഞപ്പോഴാണ് ശരിക്കും തെയ്യത്തിനുള്ളിലെ മനുഷ്യനെ ഒന്ന് യഥാർത്ഥമായിട്ട് വരച്ച് കാണിക്കണം അല്ലെങ്കിൽ എഴുതി കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് കുറേയധികം ശ്രമിച്ചിട്ടുണ്ട്. കാരണം തെയ്യത്തിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്ന സമയം ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുള്ള വിഷയം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വലിയൊരു ചർച്ചയ്ക്കൊക്കെ വഴിയൊരുക്കുമെന്നുള്ളൊരു പേടി കാരണം കുറേ അധികം മാസങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് തന്നെയാണ് ആ കഥ എഴുതിയത്. പിന്നെ സാറ് പറഞ്ഞു ഈ കഥയില് തെയ്യം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളൊരു ഐതിഹ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. 100% വാസ്തവമായിട്ടുള്ള ഒരു കാര്യമല്ല. തെയ്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് മാത്രം എടുത്തെഴുതിയ കഥയാണ്. അങ്ങനെ ഒരു കഥ എവിടെയും നിലനിൽക്കുന്നില്ല. ഇങ്ങനെയാണ് തെയ്യം ഉണ്ടായത് എന്നുള്ള ഒരു കഥ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. ഒരു പക്ഷെ വളരെ ചെറുപ്പത്തിൽ എന്നോ കേട്ട കുറേ അധികം കഥകൾ വച്ചിട്ട് എന്നാ ഇങ്ങനെ ആയിരിക്കാം താഴ്ന്ന മനുഷ്യർക്കും തങ്ങൾക്കൊരു ദൈവം വേണം, തൊടാനും കെട്ടിപ്പിടിക്കാനും കയ്യിൽ പിടിച്ച് കരയാനും ഒക്കെയുള്ള ഒരു ദൈവം വേണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായത് ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്നാണ് അങ്ങനെ ഒരു കഥ വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒടയിലെ തെയ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ഐതിഹ്യ കഥ നിർമ്മിച്ച് എഴുതിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും സംതൃപ്തി തരുന്ന ഒരു കാര്യം, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വായിച്ചിട്ടുള്ള ഒട്ടുമിക്ക വായനക്കാർക്കും കിട്ടി എന്നുള്ളതാണ്. ഈ പറയുന്ന തെയ്യം ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാ റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഞങ്ങളുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കേരളത്തിൽ എല്ലാവരും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മാറി മാറി 30 സെക്കൻഡുള്ള റീൽസിലേക്ക് എത്തി അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തെയ്യത്തിനെ സമീപിക്കുന്ന ആൾക്കാരോട് ഇതല്ല ഇതിന്റെ സത്യം, എന്താണ് തെയ്യം, എന്താണ് ഈ തെയ്യം കെട്ടുന്ന മനുഷ്യര്, അതിനുശേഷം അവരുടെ ജീവിതം എന്താണ് എന്നൊക്കെയുള്ള ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് എന്നാലാവുന്ന വിധത്തില് ഞാനത് ചെയ്തിട്ടുണ്ട്. 100% സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് ആ കഥയിൽ കാണാനുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നന്ദി ജിംഷ. നമുക്ക് മൃദുൽ വി എമ്മിലേക്ക് പോകാം. മൃദുൽ വി എമ്മിൻ്റെ പ്രശസ്തമായ ഒരു കഥാസമാഹാരം കുളെ ആണ്. കുളെ എന്ന് വെച്ചാൽ തുളു ഭാഷയിലെ പ്രേതം. പ്രേതത്തെ ആസ്പദമാക്കി പ്രേതങ്ങളുടെ ജീവിതങ്ങളെ ആസ്പദമാക്കി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നമ്മുടെ കാസർഗോഡൻ ഒരു മിത്തിനെ ആസ്പദമാക്കി ചെയ്തിട്ടുണ്ടായിരുന്ന കഥയാണ്. കുളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രേത കല്യാണം. അതായത് ഞാൻ ഈ കുളെ വായിക്കുന്നത് വരെ അങ്ങനെ ഒരു മിത്ത് ഈ കേരളത്തിൻ്റെ പരിസരത്തിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാത്ത ഒരാളായിരുന്നു. കുളെ വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം ഈ അത്യുത്തര കേരളത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പ്രേതങ്ങളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുക, പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ മരണപ്പെട്ടു പോയ പ്രേതങ്ങളെ തമ്മിൽ കല്യാണം കഴിക്കുക. അത് മാത്രമല്ല, അദ്ദേഹത്തിന് 2-3 കഥകളിൽ ക്യാപ്ചറിങ്, വെള്ളം തെളിപ്പൽ, അതുപോലെ തന്നെ ജലശയിലെ കുളിരമ്പൊളി തുടങ്ങിയിട്ടുള്ള കഥകളിലെല്ലാം തന്നെ ഈ പ്രാദേശികപരമായ മിത്തിനെ വളരെ മനോഹരമായി ഭാവനയുടെ അംശം ചേർത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ മിത്തുകൾ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ ഈ മിത്തുകൾ കഥകളാക്കി രൂപപ്പെടുത്തിയത്, അതിൻ്റെ ഒരു അനുഭവ അംശം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, വലിയ സന്തോഷം. കഴിഞ്ഞ 1 വർഷം മുമ്പത്തെ KLF-ന്
ഈ കുളെ എന്ന് പറഞ്ഞിട്ടുള്ള അന്ന് കുളെ സമകാലിക മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ഒറ്റ കഥയുടെ ബലത്തിലായിരുന്നു അന്ന് കേരളത്തിൽ വന്നിരുന്നത്. പിന്നെ കുളെ 8 കഥകളടങ്ങിയ ഒരു സമാഹാരമായിട്ട് DC ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുളയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുരാവൃത്തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പയ്യന്നൂർ പുഴയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ കാഞ്ഞങ്ങാടിനൊക്കെ അപ്പുറത്ത് അതിൻ്റെ നാടിൻ്റെ പുരാവൃത്തവും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖ്യധാര സാഹിത്യത്തിലേക്ക് വന്നത് ഭയങ്കര കുറവായിരുന്നു. കാസർഗോഡിൻ്റെ ഒരു സംസ്കാരത്തിന് കൂടുതൽ കൊണ്ടുവന്ന് പിന്നെ എന്താ രാമനോടി സാറൊക്കെ ജീവിതത്തിൻ്റെ പുസ്തകം എഴുതാൻ വേണ്ടി കാസർഗോഡേക്ക് വന്ന ഒരു ഓർമ്മ മാഷ് പറഞ്ഞു ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ അംബിയാസും മാഷ് PV ഷാജികുമാർ പോലെയുള്ള ആളുകളുടെ കഥകളിലാണ് കൂടുതലും നമ്മളിത് കണ്ടിട്ടുണ്ടാവുക. അതും തെയ്യം കഥകളിലായിരിക്കും നമ്മളിത് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ തെയ്യം കഥകൾക്ക് അപ്പുറത്ത് അതിൻ്റെ പുരാവൃത്തങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ കൊണ്ടുവരാത്ത കുറേ കാര്യങ്ങൾ കാസർഗോഡിൻ്റെതായിട്ടുള്ള സംസ്കാരത്തിനുണ്ട്. അതിൻ്റെ നാടോടി പാരമ്പര്യത്തിന് നാടോടി കഥനങ്ങൾക്കുണ്ട്. തുളു ഭാഷയുടെ വൈവിധ്യം തന്നെ പറയുകയാണെങ്കിൽ സപ്തഭാഷ ഉള്ള നാടാണെന്നാണ് പറയുക. പക്ഷെ അതിനും അപ്പുറത്ത് എത്രയോ ഭാഷകൾ കാസർഗോഡ് തന്നെയുണ്ട്. ആ ഭാഷയ്ക്ക് തുല്യമായിട്ടുള്ള സംസ്കാരങ്ങളും പുരാവൃത്തങ്ങളും കാര്യങ്ങളൊക്കെ കാസർഗോഡ് ഈ ചന്ദ്രകരിപ്പുഴയോടെയും ചന്ദ്രകരിപ്പുഴയ്ക്ക് അപ്പുറത്തുള്ള ഒരു കന്നഡ തുളു സംസ്കാരത്തിൻ്റെയും കൂടി ഭാഗമാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പം അവിടെയുള്ള മിത്തുകള് അവിടെ കഥകളൊക്കെ വളരെ വൈചിത്ര്യമുള്ളതാണ്. ഞാൻ പോലും ഈ അടുത്ത കാലത്ത് കേട്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. നമ്മൾ PV ഷാജികുമാറിന്റെ മരണവംശം എന്ന് പറഞ്ഞിട്ടുള്ള കഥ കാസർഗോഡിന്റെ ഏർക്കാന എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ വെച്ചാണ് അത്. അതിൻ്റെ ഒരു പരിസരത്താണ് നിരവധി കഥകൾ. ഷാജിയേട്ടൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് 600 ചില്ലറ പേജുള്ള ആ നോവല് ചുരുക്കി 300 പേജിലേക്ക് എത്തിച്ചാണ്. അപ്പം അത്രയും കഥകളുടെ ബാഹുല്യം ഉണ്ട് കാസർഗോഡിന് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ എഴുത്തിലൊക്കെ ഈ കാര്യങ്ങൾ കൂടുതൽ വന്നു. ആദ്യകാലത്ത് എഴുത്തിലൊക്കെ തെയ്യം കഥകൾ ഉണ്ടായിരുന്നു. പക്ഷെ കുളയ സമാഹാരത്തിൽ തെയ്യം ഉൾപ്പെട്ട കഥകൾ ചുരുക്കമാണ്. തെയ്യം കഥകൾ എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കാരണം എൻ്റെ തൊട്ടടുത്തായിരുന്നു അയൽവാസിയാണ് PV ഷാജികുമാർ, ഷാജിയേട്ടൻ. അപ്പോൾ ഞാൻ എഴുതുന്നതിന് മുമ്പ് ഷാജിയേട്ടൻ ഇങ്ങനെയുള്ള എൻ്റെ ചുറ്റുമുള്ള കഥകളൊക്കെ കണ്ടെടുത്ത് എഴുതിയെന്നുള്ള ഒരു അപ്പൊ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എഴുതണമല്ലോ. അപ്പോൾ ഞാൻ മടിക്കൈക്കാരനാണ്, ജനിച്ചത് മടിക്കയിലാണ്. ഷാജിയേട്ടന് മടിക്കയിലാണ്, ഞങ്ങൾ അയൽവാസികളാണ്. അപ്പോൾ ഷാജിയേട്ടൻ ഞാൻ എഴുതി തുടങ്ങുമ്പോഴേക്ക് മടിക്കൈ ഇനി ഒന്നും തൊടാൻ ബാക്കിയില്ല എന്നുള്ള വിധത്തിൽ ഷാജിയേട്ടൻ എഴുതി കഴിഞ്ഞു. പക്ഷെ ആ ഒരു എന്നാലും എൻ്റെ നാടാണ്, ഭയങ്കര ഭംഗിയുള്ള നാടാണ്. അപ്പോൾ അവിടെ വെച്ച് എഴുതണം, അവിടെ എൻ്റെ നാടിനെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ചേർക്കണം എന്നുള്ള നിലയിലാണ് നീലനഖം എന്ന് പറഞ്ഞിട്ടുള്ള കഥ എഴുതിയത്. അതില് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് നാട്ട് കഥകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കൊണ്ട് രൂപപ്പെട്ടവർ അല്ലെങ്കിൽ നീലനഖത്തോടു കൂടി ജനിക്കുന്നവർ അതെ ആ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ്. ആണ്. അത് ഞാൻ മുമ്പ് അച്ഛൻ പറഞ്ഞ ഒരു കഥയെന്നൊക്കെ കേട്ടാണ്. ഈ നഖം കുഴിനഖം ഉണ്ടാവുന്ന ആളുകൾ പറയാറുണ്ട്. അപ്പൊ കുഴിനഖമുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. നഖം കറുത്താൽ നാട് വെളുക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. അപ്പൊ അത് വെച്ചാൽ നല്ല ഭാഗ്യമുള്ള പരിപാടിയാണ് കുഴിനഖം ഉണ്ടാകുന്നത്. വേദന മറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയായിരിക്കും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നീലനഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഉണ്ടാകുന്നത്. നീലനഖം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കിട്ടും എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു അത്. അതിൽ തന്നെ നാട്ടിലുള്ള സ്ഥിരമായി കാണുന്ന ഭഗവതി കഥകളിലേക്ക് ഒന്ന് പൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും സാധാരണ നമ്മൾ കേട്ട് പഴകിയ മിത്തുകളോ പുരാവൃത്തങ്ങളോ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിൽ തന്നെ മതിൽ കയറി ചാടുന്ന ഭഗവതി, തെറി പറയുന്ന ഭഗവതിയൊക്കെ ആ കഥയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ക്യാപ്ചറിങ് വെള്ളത്തെളിപ്പനില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തുളു സംസ്കാരം, തുളു തെയ്യങ്ങള്, തുളു റിലേറ്റഡ് ആയിട്ടുള്ള കൾച്ചറുകൾ, അതിൻ്റെ നാടോടി കഥകളൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മുടെ മലയാള സാഹിത്യം. മുഖ്യധാര സാഹിത്യത്തിൽ വന്നത് വളരെ കുറവാണ്. അംബിയാസ് മാഷിന്റെ തന്നെ 1-2. അപ്പൊ അവസാനം വന്ന കാരക്കുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ, പിന്നെ ഒരു പഞ്ചുകളി എന്ന് പറഞ്ഞൊരു കഥ, അങ്ങനെയുള്ള 1-2 കഥകളിൽ മാത്രമേ ഈ തുളു സംസ്കൃതിയെ കൂടുതൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിലും ഇതുപോലുള്ളൊരു കഥ ഉണ്ടാക്കി. ഈ വെള്ളത്തിന്റെ മുകളിൽ പോകുന്ന
എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാണി. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അതിനെ വെള്ളം തെളിപ്പൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് ഒരു കഥയുണ്ടാക്കി, പഞ്ചുള്ളിയുടെ പുരികക്കൊടിയിൽ നിന്നുണ്ടാക്കിയ പ്രാണികളാണ്. അതിനൊരു ഒരു പുതിയ കഥ ഉണ്ടാക്കുന്ന അത് വളരെ മുമ്പ് എഴുതിയതാണ്. 2015 മറ്റോ എഴുതിയൊരു കഥയാണ്. എന്നാൽ പോലും അങ്ങനെ എഴുതാൻ ഭയങ്കര താല്പര്യമാണ് എൻ്റെ എഴുത്തിൽ. മറ്റ് നാടകത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്കിറ്റ് എഴുതുന്ന സമയത്തായിക്കോട്ടെ, കവിതയിലായിക്കോട്ടെ, കഥയിൽ, തിരക്കഥയിലൊക്കെ ഇങ്ങനെയുള്ള സ്വാധീനം ഉണ്ട്. പക്ഷെ ഭയങ്കര റെപ്യൂട്ടേഷൻ എന്നുള്ള നിലയിലല്ല ഞാൻ ജലശയിലെ കുളിരമ്പളി എന്ന് പറയുന്ന കഥയുടെ അകത്ത് പിന്നെ ഈ ബുദ്ധനും അയ്യനും ഉള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത് പിന്നെ ബുദ്ധൻ്റെ ഒരു തല പിന്നെ ഒരു വീട്ടമ്മയ്ക്ക് കളഞ്ഞു കിട്ടുകയും അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും പുരാവസ്തു വകുപ്പുകാർ വരികയും പിന്നെ അതൊരു പ്രാദേശികപരമായ മിത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ തലയ്ക്ക് അവരുടെ ഒരു പ്രാദേശികപരമായ പേര് പറയുന്നുണ്ടായിരുന്നു, കല്ലളൻ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് വിശദീകരിക്കുക. അത് ശരിക്കും ഒരു പ്രാദേശിക ചരിത്രം മിത്ത് എന്ന് പറയുന്നതിനപ്പുറത്തൊരു രാഷ്ട്രീയ ചരിത്രം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. മീൻസ് ഒരു ബുദ്ധന്റെ ബുദ്ധന്മാരുടെ ഓടിച്ച ഒരു കഥയൊക്കെ നമുക്കറിയാം. ബുദ്ധപ്രതിമകൾ തച്ച് തകർത്ത കഥകളൊക്കെ അറിയാം. ഞങ്ങൾക്ക് എൻ്റെ ഒരു അറിവിലൊരു മാഷ് അദ്ദേഹത്തിന്റെ കിണറിന്റെ അകത്തുനിന്ന് ഒരു പ്രതിമ കിട്ടിയെന്ന് പറഞ്ഞു, ഒരു തല കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ആ നാട്ടുകാർ പല കഥകളും ഉണ്ടാക്കി. ആ തല ഭയങ്കര പ്രശ്നമുള്ള തലയാണ്, നമ്മൾ മാൻഡ്രൈക്കിന്റെ തല പോലെ ആ തല ഉണ്ടെന്ന് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് ഒരു ബ്രാഹ്മണിക്കൽ ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ വർക്ക് ചെയ്തെന്ന് ആ നാട്ടുകാരത് മനസ്സിലാക്കിയിരുന്നില്ല. അത് ബുദ്ധന്റെ തലയായിരുന്നു. അപ്പൊ ആ ബുദ്ധന്റെ തല കിട്ടിയെന്നുള്ളൊരു പിന്നെ അത് മുനിസിപ്പാലിറ്റിയിലെ മറ്റവരെ കൊണ്ടുവച്ചു, പുരാവസ്തുക്കാരെ കൊണ്ടുവച്ചു. അപ്പൊ ആ ബേസിൽ നിന്നാണ് ഞാൻ ആ ഒരു കഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുളയിലേക്ക് വരുന്നത്, കുള ഈ അടുത്ത കാലത്തെ ഒരു 4-5 വർഷം മുമ്പാണ് ഞാൻ ഈ നാട്ടില് പ്രേത കല്യാണം എന്നുള്ള ഒരു കാര്യം. എൻ്റെ നാട്ടിൽ ഞാൻ കുറച്ചും കൂടി കാഞ്ഞങ്ങാട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ചന്ദ്രഗിരി പുഴയോട് ചേർന്നും ചന്ദ്രഗിരി പുഴയുടെ അപ്പുറം ഭാഗത്ത് കുറേയും കൂടി കാസർഗോഡ് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുമാണ് ഈ പ്രേത കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങുകൾ നടക്കുക. അപ്പോൾ ഞാനത് കാണാൻ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഇപ്പോഴും നിലവിലുണ്ട്, ഈ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നു, ഇപ്പോഴും ഉണ്ട്. അത് കഥ വന്നതിന് ശേഷമാണ് ആളുകൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ നമ്മുടെ കാസർഗോഡ് പരമരഹസ്യമായാണ് നടത്തുന്നതെന്ന് അതിനകത്ത് പരാമർശമുണ്ട് കഥയുടെ. ആണ് ഇപ്പോ കുറച്ച് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നതാണ്. പക്ഷെ ഇപ്പോ മുമ്പൊക്കെ പ്രത്യേക മൊഗർ സമുദായത്തിൽപ്പെട്ട ഒരു പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലാണ് കൂടുതലായിട്ട് അത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് ഈ മുമ്പേ മരിച്ചുപോയ മനുഷ്യരുടെ ഇവരുടെ ആത്മാക്കൾക്ക് അവരെ കല്യാണം കഴിച്ചു കൊടുത്താൽ, അവർ കല്യാണം കഴിക്കാതെ മരിച്ചുപോയ ആൾക്കാർ അവരെ ആത്മാക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ വീടിനും ആ നാടിനും ഭയങ്കര ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള ആത്മാക്കൾ തൃപ്തിപ്പെടുത്താറില്ലേ. ആൻസിസ്റ്റർ വർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മളെ പൂർവികരെ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പേ അറിയാം. നമുക്ക് പല ഗോത്രങ്ങളിൽ നിന്നും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ ഐശ്വര്യം വരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ ഒരു ബേസിലാണ് പ്രേത കല്യാണം നിലനിൽക്കുന്നത്. അപ്പം ഞാനും പ്രേത കല്യാണത്തിന് കാണുന്നത്, അപ്പോൾ ആ ഒരു കാര്യം ഭയങ്കര നമ്മൾ കാസർഗോഡ് ജില്ലക്കാർ മൊത്തം പുതിയതായി അറിയുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു. അപ്പൊ ആ കൗതുകത്തിന്റെ പുറത്ത് അതൊരു ഡോക്യുമെന്റ് ചെയ്യല്ല, നമ്മുടെ കാസർഗോഡിന്റെ ഒരു ജാതി യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ കുറച്ചും കൂടി ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ള ഒരു കാര്യമായിരുന്നു പുളി എന്ന് പറഞ്ഞിട്ടുള്ള കഥയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വളരെ താല്പര്യമുള്ളൊരു മേഖല ആയതുകൊണ്ട് കഥകളിൽ കൂടുതൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു കാര്യമാണ് KP രമൺ സാറിന് ചോദിക്കാനുള്ളത്. അതായത് ഈ പറഞ്ഞ കഥകളിലെല്ലാം തന്നെ മർദ്ദിത ജനതയുടെ വികാരങ്ങളെ സസൂക്ഷ്മം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന രാഷ്ട്രീയം, പൊളിറ്റിക്സ്, ഇതിനെ അടിസ്ഥാനപരമായ ഒരു അധികാരത്തിൻ്റെതായിട്ടുള്ള ഒരു തലം കാണാൻ കഴിയും. ഇപ്പോൾ അത് ഗോവിന്ദവർമ്മ രാജയുടെ കഥ ജീവിതത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന കൃതിക്കകത്തായാലും ഈ KP പിന്നെ നമ്മുടെ സൂഫി പറഞ്ഞ കഥ എന്ന് പറയുന്ന കഥയ്ക്ക് പിന്നെ നോവലിനകത്തായാലും ഒക്കെ ഈ പരാമർശങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ ആ ചരിത്രരചനയുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. കാരണം മിത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം ഒരു പരിവർത്തനപ്പെട്ട ഏതൊക്കെയോ തരത്തിലുള്ള പരിണാമപ്പെട്ടാണ് മിത്തുകൾ രൂപപ്പെടുന്നതെന്നാണ് പൊതുവെ പിന്നെ സൈദ്ധാന്തികരെല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ചരിത്ര രചനയുടെ തലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സാഹിത്യ സംരംഭങ്ങൾ പലപ്പോഴും വഴിതെളിക്കാറുണ്ട്. സാറിൻ്റെ അഭിപ്രായം?
ഈ ചരിത്രത്തെയും സാഹിത്യകൃതികളെയും പറ്റിയിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഒരു വാചകം പറയാറുണ്ട്. ചരിത്ര ഗ്രന്ഥത്തില് അതിലെ സ്ഥലങ്ങളുടെ പേരും കൊല്ലവും മാത്രമാണ് സത്യമായിട്ടുള്ളത്. സാഹിത്യകൃതികളില് ഈ കൊല്ലങ്ങളും സ്ഥലങ്ങളുടെ പേരുമാണ് ആകെ തെറ്റായിട്ടുള്ള, ബാക്കിയൊക്കെ സത്യം. ചരിത്ര ഗ്രന്ഥത്തിൽ ആകെ സത്യമായിട്ടുള്ള എന്താ? ഈ കൊല്ലങ്ങൾ ശരിയായിരിക്കും, സ്ഥലങ്ങളുടെ പേര് ശരിയായിരിക്കും. ബാക്കിയൊക്കെ ഈ ചരിത്രം എഴുതുന്ന അധികാരിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചരിത്രമായിരിക്കും. സാഹിത്യമാകുമ്പോൾ സ്ഥലത്തിന്റെ പേരും കൊല്ലും തെറ്റിയാലും അത് ഭാവനാത്മകമായ ജനജീവിതത്തിന്റെ സത്യങ്ങൾ അത് പ്രക്ഷേപണം ചെയ്യും. ഇപ്പൊ ചരിത്രത്തില് ഭാവനയുടെ അംശം കലർന്നിട്ടാണ് ഈ മിത്തുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ മിത്തുകള് ചരിത്രം പലപ്പോഴും സൃഷ്ടിക്കുന്ന അധികാരികളാണ്. ഇന്നിപ്പോ ഈ ചരിത്രം വെച്ചിട്ടാണല്ലോ ഇന്ത്യ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത്. പഴയ നന്നായിട്ട് ജീവിച്ചിരുന്ന കാലത്തൊക്കെ ചരിത്രം തല്ലുംപിടിയുടെ ചരിത്രമാക്കി മാറ്റിയിട്ട് ഇപ്പോൾ ഓരോ കൂടി ജീവിതം വിഷമത്തിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനെതിരായിട്ടുള്ളൊരു ഭാവനയുടെ ജനങ്ങളുടെ പ്രതിരോധം ഈ മിത്തുകളിലും സാഹിത്യകൃതികളിലും ഉണ്ട്. ഈ വടക്കൻ മലബാറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് പീഡിതരായിട്ടുള്ള ജനങ്ങളുടെ എല്ലാം അതിജീവനമാണ്. തെയ്യം തറയിൽ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? ജീവിക്കുന്ന കാലത്ത് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടവര്, വെട്ടിമുറിക്കപ്പെട്ടവര്, ഇവരൊക്കെ മരണത്തിന് ശേഷം ഈ ചെയ്ത അധികാരികളെ തൊഴുകയോടുകൂടി നിർത്തുക ചെയ്യുന്നത്. അത് വലിയൊരു അതിജീവനത്തിന്റെ ഒരു പകരം വീട്ടലിന്റെ ജനകീയമായ ഹിതമുണ്ട്. എനിക്ക് ഈ സെഷന്റെ വലിയൊരു സന്തോഷമുള്ള കാര്യം, ഇതൊക്കെ വടക്കേ മലബാറുകാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാനൊരു തെക്കേ മലബാറുകാരനാണ്. പണ്ടൊക്കെ ഞങ്ങള് തെക്കേ മലബാർ കോരപ്പുഴയ്ക്ക് വടക്ക് കല്യാണം കഴിക്കില്ല, അവരിങ്ങോട്ടും കഴിക്കില്ല. കാരണം രാജാക്കന്മാരുടെ പ്രശ്നമാണ്. ഞാനാണ് എൻ്റെ തറവാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കോരപ്പുഴയ്ക്ക് വടക്ക് പിന്നെ വടകരയിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വടക്കേ മലബാറിനോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ പുസ്തകം എഴുതാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് തെരഞ്ഞെടുത്തു. കാരണം ഞാൻ കാഞ്ഞങ്ങാട്ടെ കഥ എഴുതാനല്ല ജീവിതത്തിന്റെ പുസ്തകം എഴുതിയത്. ഞാൻ എല്ലാ കൃതികളിലും നാടിന്റെ കഥ ഒരു പ്രമേയം. ഞങ്ങളുടെ തെക്കേ മലബാറുകാർ ഈ എഴുത്തച്ഛന്റെ കളരിയുള്ള ഒരു കുഴപ്പമാണ്, ഞങ്ങൾക്ക് കാര്യം പറയാൻ കഥ എഴുതുന്നവരാണ്. അപ്പൊ കാര്യം പ്രമേയം, അതായത് ആധുനികമായ സംസ്കൃതി എത്ര ജീവിത വിരുദ്ധമായിട്ടുണ്ട്, നരകമായിട്ടുണ്ട്, യാന്ത്രികമായിട്ടുണ്ട്. അതിന് ബദലായിട്ട് നമുക്കൊരു ജീവിതം ഉണ്ടാക്കണ്ടേ എന്ന ചിന്തയാണ് ജീവിതത്തിന്റെ പുസ്തകത്തെ ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ ആധുനിക നാഗരികക്ക് നേരെ വിപരീതം നിൽക്കുന്ന ഒരു ജനത. ആധുനികതയുടെ പിന്നെ ഒരു സവിശേഷത എന്താ? ഇറ്റ് ഈസ് ഏജ് ഓഫ് റീസൺ. യുക്തിയുക്തതയുടെ കാലഘട്ടമാണ് മോഡേണിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ മനുഷ്യനൊരു റാഷണൽ എനിമൽ അല്ല. അവൻ യുക്തി കൊണ്ട് മാത്രം ജീവിക്കുന്നവനല്ല, അവൻ ഭാവന കൊണ്ടുകൂടി ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ റാഷണൽ ആയിട്ടുള്ള ആധുനിക യാന്ത്രിക ജീവിതമുണ്ടല്ലോ, അതിന് പകരം ഒരു ജീവിതത്തെ നിർത്താൻ തപ്പിയ സമയത്ത് വില നാട്ടുപോണ്ടി വന്നു എനിക്ക്. ഇപ്പോഴും കാഞ്ഞങ്ങാട് ശ്രീകുറുമ്പ അമ്പലത്തിലല്ലാതെ നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ പറ്റില്ല. ദൈവങ്ങൾ ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുക, ഷർട്ടിടാതെ, മൂത്തോതി എളോതി കണ്ടാകർണൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ദൈവങ്ങളായിട്ട് നടക്കുക. ആൾക്കാർ അവര് പറയുന്ന കടൽക്കോടതി അവര് പറഞ്ഞത് അംഗീകരിക്കും. അവര് നല്ല ആൾക്കാരാ. അപ്പൊ ഭാവന ദൈവമായിട്ട് ഓരോരുത്തരിങ്ങനെ നടക്കാൻ റോട്ടിൽ കൂടെയൊക്കെ. ഷർട്ടില്ല, കോണം മാത്രമേ ഉടുക്കുള്ളൂ. വരും കോണം മുണ്ടെടുക്കും, പക്ഷെ ഷഡ്ഡി ഒന്നും കൂടില്ല അവര്. ഞാൻ പറയാ കാര്യങ്ങൾ. അപ്പൊ ഇത്ര ഭാവനാസമ്പന്നമായ ഒരു പിന്നെ കാലം, ആധുനികത്തിന്റെ റാഷണൽ ജീവിതത്തിന് എതിർ നിർത്താൻ പറ്റുന്ന ഒരു ലോകമുള്ളത് കാഞ്ഞങ്ങാടാണ്, അജാനൂരാണ്. അതാണ് ഇവരെ നാട്ടിൽ പോയി ഞാൻ അവിടെ താമസിച്ചത്. അപ്പൊ മൃദുലിനെ പേടിക്കാനില്ല. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അംബികാസുഖം മാങ്ങാട്, എൻ പ്രഭാകരൻ, എത്ര ആൾക്കാർ വടക്കേ മലബാറിന്റെ കഥകൾ എഴുതുന്നുണ്ട്. പക്ഷെ തെക്കാ മലബാറുകാരൻ ഞാൻ ചെന്നപ്പോ എനിക്കുള്ള വിഭവവും ഇവരെ നാട് തന്നു. അതുകൊണ്ട് പിന്നെ ഷാജികുമാർ എഴുതിപ്പോയി എന്ന് പറഞ്ഞ് ബേജാറാവണ്ട, നിങ്ങളുടെ മണ്ണ് അത്ര സമ്പന്നമാണ്. വടക്കേ മലബാർ, ഞാനിപ്പോ ഇത് വെറുതെ പുകഴ്ത്തി പറയല്ല, നമ്മുടെ കേരളത്തിൽ കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ആകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണുള്ളത്. ഇങ്ങനെ സമ്പന്നമായ ഒരു ഭൂമി, സപ്തഭാഷാ സംഗമമാണ്. അധികം ഭാഷകൾ. ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ചില കണ്ടെത്തലുകൾ എന്താ ഉണ്ടോ?
മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ അതിപ്രധാനമായ ഒരു കാര്യമാണ്. ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനത്തെ ദേശങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ സംസ്കാരം, മനസ്സ്, ഇങ്ങനെ സഹിഷ്ണുതയുടെ ഒരു അംശം മൾട്ടി ലിംഗ്വലിസത്തിലുണ്ട്. മാത്രമല്ല ന്യൂറോളജിക്കൽ ബെനിഫിറ്റ്സും കൂടി ഉണ്ട് എന്നാ പറയുന്നത്. തലച്ചോറിനൊക്കെ വല്ല കേടും വന്നാൽ ഒന്നിലധികം ഭാഷ സംസാരിക്കുന്നവർക്ക് വേഗം സൂക്കേട് മാറും. അത്രയ്ക്ക് മൾട്ടി ലിംഗ്വൽസ്. അതിൻ്റെ ഒരു നാടാണ് വടക്കൻ മലബാർ. അപ്പൊ വടക്കൻ മലബാർ എന്ന് പറഞ്ഞാൽ എന്തോ പിന്നെ ഈ കാട്ടുജാതിക്കാരുടെ നാടാണെന്ന് തെക്കുള്ളവരൊക്കെ വിചാരം. പക്ഷെ അത്ര സമ്പന്നമായ ഒരു ഭൂമിയാണ്. ഞാൻ അവിടെ താമസിച്ച സമയത്താണ് ആ കാഞ്ഞങ്ങാടിന്റെ സൗഭാഗ്യവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വരും. ജിൻഷ ജിൻഷ ഇങ്ങനെ ഒരു തനി നാടൻ പ്രദേശമാണ്. അതിൻ്റെ ആ ഒരു നിഷ്കളങ്കതയെ കണ്ട് ഇനി ഈ സാഹിത്യ സംസ്കാര രംഗത്തേക്ക് വന്നിട്ട് ഈ നിഷ്കളങ്കൊന്നും പോവാതിരിക്കട്ടെ എന്നൊക്കെ കുട്ടിയുടെ കാര്യത്തിൽ. ഇത് പിന്നെ കുറച്ച് ജാടടൊക്കെ ഒരു സ്ഥലമാണല്ലോ ഈ സാഹിത്യ സംസ്കാര രംഗം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജെന്യുവിൻ ആയിട്ടുള്ള ആ തന്മ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെതായ എഴുത്തുകാരാൻ കൂടി ആകാൻ സാധിക്കണം. അപ്പോൾ മിത്ത് പലപ്പോഴും ഞാൻ ശ്രീകുറുമ്പ അമ്പലത്തിലത്തെ മിത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ആധുനിക ജീവിതം എത്ര ജീവിതയോഗ്യമല്ലായിട്ട്. അവിടെ കടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സ്നേഹിച്ച ഹൃദയങ്ങൾ പറിച്ച് കയ്യിൽ തെറ്റിയാല് അടിമച്ചിട്ടുണ്ട്, വേറെ വിഷയം. പക്ഷെ ഇങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരു വർഗം, ഈ കടലിൽ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്. കാരണം ഒരാള് ജീവൻ പണയം പെടുത്തിട്ടാണ് കൂടെ ഉള്ളവരെ കൂടെ പോകുന്നത്. അപ്പോ അവരുടെ ഈ ആത്മാർത്ഥത, ഈ കപട ലോകത്തിന് എതിരായിട്ട് നിൽക്കാൻ പറ്റുന്ന, എന്നോട് ബി രാജീവൻ വലിയ പ്രശസ്തനായിട്ടുള്ള പുള്ളിയൊക്കെ ജീവിതത്തിന്റെ പുസ്തകത്തെ പറ്റി, ഭാവിയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്, നിരൂപണങ്ങൾ. അതിൽ പറഞ്ഞു രാമനുണ്ണി തെരഞ്ഞെടുത്ത വടക്കൻ മലബാർ അജാനൂര് തെരഞ്ഞെടുത്ത് വളരെ കറക്റ്റ് സ്ഥലമായിരുന്നു. അദ്ദേഹം പറഞ്ഞു വളരെ സമ്പന്നമായിട്ട്. ഞാൻ അവിടെ താമസിക്കാൻ പിന്നെ എഴുതാൻ വേണ്ടി പോയിട്ട് എഴുതാൻ പോകുമ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ഈ എഴുത്ത് എന്ന് പറഞ്ഞ ഒരു കൂടോത്രമാരിയാണല്ലോ, വേറെ ആരും ഇങ്ങോട്ട് പറയില്ല, കാണിക്കില്ല. അപ്പൊ ഞാൻ ആദ്യം ആരോടും മിണ്ടാതെ ചെയ്യാതെ വിചാരിച്ച് താമസമൊന്നും കിട്ടിയാതോട് കമ്പിയാസുന്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങി. പിന്നെ വേറെ ഒന്നും. AM ശ്രീധരൻ മാഷ് സപ്തഭാഷകളെ പറ്റി, ഇങ്ങനെ തുളു ഭാഷയെ പറ്റി എല്ലാ ഭാഷകളിലും പണ്ഡിതനായിട്ടുള്ള ഒരാളാണ് AM ശ്രീധരൻ മാഷ്. ആ വടക്കൻ മലബാറിന്റെ പാണ്ഡിത്യം, സപ്തഭാഷകളുടെ പാണ്ഡിത്യമുള്ള സമ്പന്നമായ നാട്. അപ്പോ എനിക്ക് ജീവിതത്തിന്റെ ദിവസം വയലാറവാട കിട്ടിയ പിന്നെ നാട് ഈ പിന്നെ ബന്ധക്കാർക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാന്നുള്ളതായിരിക്കും. അവരുടെ നാട്ടുകാരെ കല്യാണം കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ആ നാട് വളരെ സൗഭാഗ്യമേ തന്നു. ഞാനിതൊക്കെ ഒരു ലൈറ്റാറിൽ ഇങ്ങനെ പറയുകയാണെങ്കിലും മിത്തുകളുടെ പ്രാധാന്യം, നമ്മുടെ വടക്കൻ മലബാറിന്റെ മിത്തുകൾ, ഇത് ഒരുമാതിരി തന്നെ ഓരോ നാടിനും അതിൻ്റെതായ മിത്തുകളുണ്ട്. ഇതെല്ലാം നമ്മളുടെ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ കൂടിയാണ്. ഇന്നിങ്ങനെ കലുഷമായി മനുഷ്യന്മാരെ തമ്മിൽ നോക്കുന്ന സമയത്ത് മിത്തുകളിൽ കൂടിയും കഥകളിൽ കൂടിയും മാത്രമേ നമുക്ക് അതിജീവിക്കാൻ സാധിക്കൂ. ഈ കേരള മാഹാത്മ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ കഥ അല്ലെങ്കിൽ ആ ഒരു ചരിത്ര പുസ്തകം, ആദ്യത്തെ ചരിത്ര പുസ്തകം എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തലങ്ങളിൽ പോലും മിത്തുകളെ ആസ്പദമാക്കി, പ്രത്യേകിച്ച് പരശുരാമനെ പോലെയുള്ള മിത്തുകളെ ആസ്പദമാക്കി അവർ ചർച്ച ചെയ്തു. ഈ മൃദുലായാലും ജിൻഷയായാലും എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അത് ആ ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ ആ ജനതയുടെ, മർദ്ദിത ജനതയുടെ വികാരം കൂടിയാകുന്നു, ആ ജനതയുടെ ചരിത്രം കൂടിയാകുന്നു എന്നുള്ള പ്രത്യേകത കടന്നു വരുന്നു. അവരൊക്കെ അറിഞ്ഞു തുടങ്ങി. ഇപ്പം പറഞ്ഞു ഈ പറയുന്ന ഒരു സമൂഹം. അപ്പോൾ അത്തരത്തിലുള്ള ആ ചരിത്രരചനാ പദ്ധതിയിലേക്ക് പിന്നെ ഭാവികാല കഥാരചനയിലേക്ക് മിത്തുകളെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇല്ല, ഇപ്പോൾ ഇവിടുന്ന് മാഷ് പറഞ്ഞു ഈ വടക്കൻ മലബാറിൽ കുറേയധികം മിത്തുകളുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞിപ്പോ തെയ്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ മാഷ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എന്താ പറയാ, അടിച്ചമർത്തപ്പെട്ടവര് ഏറ്റവും മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഈ തെയ്യം കെട്ടി നിൽക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. ശരിക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കാണുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അതായത് കഥയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലാത്ത സമയത്ത് ചിലപ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാതെ മാറി നടക്കുന്ന ആൾക്കാർ ഇവരുടെ മുന്നിൽ പോയി കരയാം,
കൈപിടിച്ച് കരയാം. അതെ അതെ, ഇങ്ങനെയുള്ള ഏറ്റവും ഒരു തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ചിരി വരിക, പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്തൊരു ഗംഭീരമാണ്, അല്ലെങ്കിൽ എന്തൊരു ഒരു പക്ഷെ പിന്നൊരിക്കലും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇപ്പോ ഇത്തരത്തിലുള്ള ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അനുഷ്ഠാന രൂപത്തിന് അത്ര തന്നെ ഐതിഹ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ തെയ്യങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു കണക്കില്ല. ഈ പറയുന്ന ഓരോ തെയ്യത്തിനും ഓരോ ഐതിഹ്യമുണ്ട്. അപ്പോ അതില് ഒരു തെയ്യത്തിനെ മാത്രമാണ് ഞാൻ എടുത്ത് എഴുതിയിട്ടുള്ളത്. അതിന്റെ ഐതിഹ്യം എഴുതാൻ നിൽക്കാനാണെങ്കിൽ ഒരു പക്ഷെ ഒരു ബൃഹത് നോവല് തന്നെ ഇരുന്നിട്ട് എഴുതേണ്ടി വരും, അല്ലെങ്കിൽ എഴുതാൻ സാധിക്കും, അത്രയധികം കഥകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒഡയില് പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവരുടെ ജീവിതത്തിനെ കുറിച്ചാണ്. ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട എത്രയോ അധികം നമ്മള് കാണാത്ത അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന എത്രയോ അധികം ആൾക്കാരുണ്ട്. ഇവരൊക്കെ അങ്ങനെ ജീവിക്കേണ്ടി വന്നതിനെ പറ്റി ഒരു പക്ഷെ കെട്ടിച്ചമച്ചിട്ടുള്ള മിത്തുകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും അത് യാഥാർത്ഥ്യമാവില്ല. ഇവരെ അങ്ങനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കുറെ അധികം മിത്തുകൾ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള മിത്തുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷെ പറ്റുന്നത് അത് ഈ പറയുന്ന തെയ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ഒടയിൽ നിന്നും 100% വ്യത്യസ്തമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരുപോലെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വായിക്കുന്നവർക്കും എഴുതുന്നവർക്കും ഒക്കെ ഒരുപോലെ മുഷിപ്പ് വരുമല്ലോ. അപ്പൊ അതിൽ നിന്നും 100% വ്യത്യസ്തമായിട്ടുള്ള മിത്തുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ മിത്തുകളെ സമകാലത്തിലേക്ക് കൊണ്ടുവന്ന് അതെന്താണ് എന്നൊക്കെ ഒന്ന് അതിൻ്റെ മിത്തിന്റെ തന്നെ യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവും ഒക്കെ വേർതിരിച്ച് കണ്ടെത്തുക എന്നൊക്കെയുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമായിരിക്കും എന്നുള്ള ഒരു കാര്യം മാത്രം. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്നുമില്ല, പക്ഷെ എന്തെങ്കിലും എഴുതിക്കൂടായികയില്ല. എന്താണ് സമയം ചുരുക്കുന്നത്, സമയം കുറവുള്ളത് കൊണ്ടാണ്. എന്താണ് മുതുലിൻ്റെ അഭിപ്രായം ഇത്രയും കാര്യത്തിൽ? എന്തെങ്കിലും പുതിയ സാധ്യതകൾ, എന്തെങ്കിലും കണ്ടെത്തലുകൾ മിത്തുകൾ സംബന്ധിച്ച്? മിത്ത് ആണല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഇനിയും പറഞ്ഞാലും തീരാത്ത ഒരു വലിയ പുരാവൃത്തങ്ങളുടെ ഖനിയാണ് എൻ്റെയും നാടും പരിസരങ്ങളും കാര്യങ്ങളും. നമ്മൾ തെക്കൻ കേരളത്തിൻ്റെയും മധ്യ കേരളത്തിൻ്റെയും ഒക്കെ സാഹിത്യത്തിൽ പുരാവൃത്തങ്ങൾ കടന്നു വരുന്നതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മളെ ഫിക്ഷന് വേണ്ടി പുരാവൃത്തങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ചരിത്രങ്ങൾ തന്നെ മീൻസ് ഈ പുരാണങ്ങളോ ഐതിഹ്യങ്ങളോ ചരിത്രങ്ങളാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു സംഘം വേറെ പുറത്തുണ്ട്. ഈ കഴിഞ്ഞ രാമപ്രതിഷ്ഠാ സമയത്ത് ബുദ്ധനെ ദശാവതാരങ്ങളിൽ ഒന്നായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ കണക്ട് ചെയ്ത് വെച്ചാണ് ജലശയിൽ കുളിരമ്പളി എഴുതുന്നത്. അതാരാണെന്ന് അവസാനം അയ്യനാണോ അതോ ബുദ്ധനാണോ എന്ന് പറയുന്നിടത്താണ് ആ കഥ അവസാനിക്കുന്നത് തന്നെ. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഭരണഘടനയോ മറ്റിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് അംബേദ്കർ വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സംഘത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കളായിട്ടുള്ള ഒരു പൊതുബോധം ഈ കാവുകളിലേക്കും കൊട്ടിലകങ്ങളിലേക്കും കടന്നു കയറുന്ന ഒരു കാലത്ത് ഈ പുരാവൃത്തങ്ങൾ നമ്മൾ അതിൻ്റെ മൂല്യത്തോടെ കൃത്യമായിട്ടത് സംരക്ഷിക്കപ്പെടുന്നത് ഈ കാലത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടിയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്നാണ് പറയാനുള്ളത്. സമയം കുറവായതുകൊണ്ട് തന്നെ ചുരുക്കുന്നു. ഓഡിയൻസിൻ്റെ സമയമാണ്. നിങ്ങളുടെ സാഹിത്യകാരന്മാരോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. എൻ്റെ ചോദ്യം ജിൻഷിയോടാണ്. രാമൻഡി സാർ പറഞ്ഞു ഭാവനയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് വന്നപ്പോൾ അവസാനം പ്രേത കല്യാണമായാലും തെയ്യം കെട്ടായാലും നമ്മുടെ സാധിക്കാതെ പോയ ചില കാര്യങ്ങൾ സാധിക്കപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ജിൻഷയുടെ അടുത്ത കാലത്തായിട്ട് മാധ്യമം വായിച്ച പതിപ്പിൽ അച്ചടിച്ചു വന്ന മട എന്ന് പറയുന്ന ഒരു കഥ വായിക്കുകയുണ്ടായി. മടയിൽ അവസാനം ഒരു വിഷസർപ്പം സുകുമാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. നമുക്ക് കഥയുടെ തുടക്കത്തിൽ വളരെ മാന്യനായി അനുഭവപ്പെടുന്ന ഒരാളാണ് സുകുമാരൻ. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന വലിയൊരു അതിക്രമം, വലിയൊരു ക്രൂരത, അതിന് ആ വീട്ടിലേക്കാണ് ഈ സർപ്പം പോകുന്നത്. ഈ കഥയില് മാന്യനല്ല
എന്ന സുകുമാരനെ വെളിപ്പെടുത്തുന്നത് സർപ്പങ്ങൾ വഴിയുള്ള വിഷമുള്ളതും വിഷമില്ലാത്തതും തമ്മിലുള്ള സംഭാഷണമാണ്. അവസാനത്തെ പോക്കും സംഭവിക്കുന്നു എന്നുള്ളിടത്ത് എൻ്റെ ചോദ്യം, പലപ്പോഴും ഇത്തരം മാന്യന്മാരായ ആളുകൾ ചെയ്യുന്ന ക്രൈമുകൾക്ക് വലിയ എന്തെങ്കിലും സ്വീകാര്യത ലഭിക്കാറുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഒക്കെ മാന്യതയുടെ മുഖംമൂടി അണിയാൻ പറ്റും. 2, അങ്ങനെ ഉള്ളത് കൊണ്ട് ആളുകൾ അവരെക്കുറിച്ച് മോശമായി വിശ്വസിക്കില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അവസാനം ഒരു സർപ്പത്തെ ആ വീട്ടിലേക്ക് അയക്കുക എന്നതിലൂടെ നമ്മളിപ്പോ ചർച്ച ചെയ്തതുപോലുള്ള ഒരു കാര്യമാണോ? എന്താണ് അത് എഴുതിയപ്പോൾ ജിൻഷ അനുഭവിച്ചത്? അല്ലെങ്കിൽ സുകുമാരനെ പോലുള്ള ഒരു കഥാപാത്രത്തിന്റെ വീട്ടിലേക്ക് എന്തിനാണ് ഒരു വിഷസർപ്പത്തെ അയച്ചത്? അത് എഴുതുമ്പോഴുള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. താങ്ക് യു സർ. മട എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ മട വായിച്ച കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ ഇത് 2 പാമ്പുകളുടെ കഥയാണ് എന്നുള്ള രീതിയിലാണ് വായിച്ചത്. പക്ഷെ അവസാനം എത്തുമ്പോഴത്തേന് ഈ പറയുന്ന വിഷസർപ്പത്തിനെ പോലെ, അതിലെനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കഥ പബ്ലിഷ് ചെയ്തതിൻ്റെ സമയത്ത്. അതിലിങ്ങനെയായിരുന്നു, ആ വിഷസർപ്പത്തിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് പോകണമെന്ന് ഇത് വായിച്ചപ്പോൾ എനിക്കും തോന്നി എന്നുള്ളത്. ഇതിൽ സാർ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറയുന്ന മാന്യതയുടെ മുടുവടം അണിഞ്ഞിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ കൂടെ തന്നെ ഇരിക്കാറുണ്ട്. പുറത്ത് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുറത്ത് ഏറ്റവും അതിവിനയത്തോടു കൂടിയിട്ട് പെരുമാറിക്കൊണ്ട്, എന്നാൽ ഉള്ളിൽ ഈ പറയുന്ന എല്ലാതരം വൈകൃതങ്ങളും മാനസിക വൈകൃതങ്ങളുമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തതാണല്ലോ മറ്റൊരു മനുഷ്യന്റെ ഉള്ളെന്ന് പറയുന്നത്. പക്ഷെ ഇത് മനുഷ്യർ മനസ്സിലാക്കാത്തിടത്ത് എന്നാൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരു സമൂഹം, അത് ഈ പറയുന്ന കയ്യും കാലും ഒന്നുമില്ലാത്ത ഇഴജന്തുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെയുള്ള മറ്റേതെങ്കിലും ജീവികളായിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും ഈ പറയുന്ന മനുഷ്യരുടെ സകല കുറ്റങ്ങളും അല്ലെങ്കിൽ സകലമാന ചെയ്തികളും കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നെങ്കിലും ഒരു കാലത്ത് ഈ പാമ്പും പത്തി വിടർത്തും. അതായത് ഒരുപക്ഷെ ഈ പാമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, മണ്ണിലൂടെ എഴഞ്ഞു പോകുന്ന ഒരു ജീവിയാണ്. ഇപ്പോഴും മണ്ണിലൂടെ എഴഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അത്രയും നമ്മൾ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. ഒരു നാൾ ഇവരും ഈ അനീതികൾക്കെതിരെ എണീറ്റ് നിൽക്കുക തന്നെ ചെയ്യും എന്നൊക്കെയുള്ള ഒരു സങ്കല്പമായിരുന്നു എനിക്ക് ഈ കഥയിൽ എഴുതി അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ വരി എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷെ ഞാൻ ഒടയിലെ ഉപ്പ് എന്ന കഥ എഴുതി അവസാനിപ്പിച്ച സമയത്ത് ഒരുതരം മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. അത് എഴുതി അവസാനിപ്പിച്ച സമയത്ത് ഏകദേശം അതേ മാനസിക പ്രയാസവും എന്നാൽ അതേ സമയം വല്ലാത്തൊരു സന്തോഷവും ഒക്കെ തന്ന ഒരു കഥയാണ് എഴുതി അവസാനിപ്പിച്ച നേരത്തെ മട എന്ന് പറയുന്നത്. സമയം പരിമിതമായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും? ഹലോ, നമസ്കാരം. രാമനുണ്ണി സാറിനോടാണ് ചോദ്യം. അത് ഇവിടെ മുതിർന്ന എഴുത്തുകാരൻ വർഷങ്ങളായിട്ട് എഴുതുന്ന അദ്ദേഹത്തെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇടതുമൊക്കെ ഇരിക്കുന്ന പുതുതലമുറയിലെ ജിൻഷയായാലും മിഥുലായാലും അവരെ തലമുറയെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷ എന്താണ്? അവരുടെ എഴുത്തിനെ കുറിച്ച്? ഇപ്പോൾ മട എത്രയോ പതിപ്പുകളായി, 3ാമത്തെ പതിപ്പാണെന്ന്, 6ാമത്തെ പതിപ്പ്. ഈ ജിൻഷയൊക്കെ ഇവിടെ സാധാരണ ഒരു കാണിയായിട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ആയിട്ട് വന്ന് അന്ന് മുതൽ കാണുന്നതും പരിചയപ്പെടുന്നതാണ്. ചെറിയ കഥകളൊക്കെ എഴുതിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഗസ്റ്റായിട്ട് ഇരിക്കുന്നത് കാണുന്ന വലിയ സന്തോഷം. സാറിന് ഈ തലമുറയുടെ എഴുത്തുകാരെ കുറിച്ചുള്ള അഭിപ്രായമാണ് എനിക്ക് അറിഞ്ഞത്. താങ്ക് യു സാർ. എനിക്ക് എൻ്റെ പിറകെ വരുന്ന എഴുത്തുകാരെ വലിയ മതിപ്പാണ്. വളരെയധികം കഴിവുള്ളവരാണ്, സർഗാത്മകതയുള്ളവരാണ്. ഇപ്പം ജിൻഷയാണെങ്കിലും മൃദുലാണെങ്കിലും, ഇന്നിവിടെ നമ്മളെ ദീപു ഇപ്പോൾ ഇവിടെ മോഡറേറ്റ് ചെയ്യും. വളരെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു മോഡറേഷനാണ്, കൃതികൾ വായിക്കാതെ വന്നിട്ടുള്ള മോഡറേഷനാണ്. അങ്ങനെ വളരെ സർഗാത്മകതയുള്ളൊരു തലമുറ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് കാലം കഴിഞ്ഞാൽ അത് പ്രളയം ഒന്നും വിശ്വസിക്കുന്നില്ല.
ഏറ്റെടുക്കാൻ. പക്ഷെ അവർക്ക് ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം കൂടി പറയേണ്ടത് നമ്മൾ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സാഹിത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുത്ത് അവനവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ആ ഉള്ളിൽ നിന്നുള്ള എഴുത്താണ് ഇവരൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വായനക്കാരെ സ്പർശിക്കുന്നത്. പക്ഷെ ഉള്ളിൽ നിന്ന് വരാതെ തന്നെ പ്രോഡക്റ്റായിട്ട് ഇതൊരു വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി മാത്രം നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലിറ്ററേച്ചർ ക്യാപിറ്റലിസം, ലിറ്ററേച്ചർ കോർപ്പറേറ്റിസം എന്നുള്ള വാക്കുകളൊക്കെ, അതായത് സാഹിത്യത്തെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഉള്ള ആ സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ വിൽപ്പനയ്ക്ക് വേണ്ടി, വിൽപ്പന ഇല്ലാതെ നിവൃത്തില്ല. ഇപ്പോൾ ഈ പബ്ലിഷേഴ്സിനൊക്കെ വിൽക്കുക വേണം. പക്ഷെ ഇത് വിൽക്കാൻ വേണ്ടി മാത്രം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നൊരു പ്രലോഭനത്തിൽ നിങ്ങളൊന്നും വീണു പോകരുത് എന്നാൽ അതോടുകൂടി സാഹിത്യം കഴിഞ്ഞു. അതാണ് എനിക്ക് പുതിയ തലമുറ, കാരണം ഈ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ കാലം മുതൽ തന്നെ തുടങ്ങിയത് ഈ മാർക്കറ്റിന്റെ പ്രലോഭനം. കാരണം നമ്മളുടെ എന്തിനേയും വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആണ്. കച്ചവടം ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ടല്ല പറയല്ല. പക്ഷെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സമൂഹം, നമ്മുടെ ഉള്ളിൽ ഒരു സമൂഹം കൂടി ഒളിച്ചിരിക്കുന്നത്. അതിൻ്റെ സത്യസന്ധത, അനുഭവപരമായ സത്യസന്ധതയെ സ്പർശിക്കാത്ത ഒരു വാക്കും എൻ്റെ പ്രിയപ്പെട്ട ജിൻഷയാണെങ്കിലും മൃദുലാണെങ്കിലും ഇനി ദീപു ആണെങ്കിലും എഴുതരുത് എന്ന ഒരു ഉപദേശമൊന്നും ഇന്നത്തെ കുട്ടികൾ സ്വീകരിക്കില്ല. ഒരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. അത്രയ്ക്ക് സർഗാത്മകത ഉള്ളവരാണ് ഇവർ എന്നുള്ളതുകൊണ്ടാണ് ഒരു കേട് വന്ന് പോകാതിരിക്കാൻ കൂടിയാണ് എൻ്റെ ഈ അപേക്ഷ മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ വിത്തുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരാവൃത്ത സംബന്ധിയായിട്ടുള്ള പരാമർശങ്ങൾക്ക് ശ്രീയും സമൃദ്ധിയൊക്കെ എഴുത്തുകാർക്കും വായനക്കാർക്കും ഒക്കെ വളരെ സാധ്യതയോടുകൂടി എത്തിക്കപ്പെടും എന്നുള്ള ആ തിരിച്ചറിവിലാണ് നമ്മൾ ഈ സംവാദത്തിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും, പ്രത്യേകിച്ച് ഗുരുസ്ഥാനീയനായ ഗഫിരാമൻ നിമിഷ ഗംഗ, മൃദുൽ വി എം, എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സെക്ഷൻ അവസാനിച്ചതായിരിക്കും.